ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. അതായത് 2024 സെപ്റ്റംബർ മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഫലങ്ങൾ. കൊല്ലവർഷം 1200-ാം ആണ്ട് കന്നിമാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ എല്ലാ നക്ഷത്രക്കാരുടെയും ഫലം അത് രാശി തിരിച്ചാണ് പറയുന്നത്. 12 രാശികളായിട്ട്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള സന്ദർഭമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ച് ഉദ്ദേശ രീതിയിൽ മാർക്ക് ലഭിക്കുവാൻ, സ്കോർ ചെയ്യുവാൻ അധിക പ്രയത്നം ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. സംസാരം കൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കുക വഴി ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാൻ യോഗമുണ്ട്. തൊഴിൽപരമായ വിജയങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യങ്ങളും വന്നു ചെയ്യും. പൊതുവെ നന്മ നിറഞ്ഞ ഒരു ആഴ്ചയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾക്ക് ക്ലേശങ്ങൾ, തടസ്സങ്ങളൊക്കെ സൂചകം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നുപെടുന്നതിനോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് അത്ര നല്ല ഗുണകരമായിരിക്കുന്ന ഒരു കാലമല്ല. വളരെ ശ്രദ്ധയോടുകൂടി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഉപരിപഠനത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ച. അതുപോലെ തന്നെയാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. മാനാപമാനങ്ങളോ അവിഖ്യാതികളോ വന്നുപെടാം. സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ, ധനകാര്യ സ്ഥാപനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ, കൊടുക്കുന്നത് മേടിക്കുന്നതുമൊക്കെ വളരെ ശ്രദ്ധിക്കുക. അധിക പാഴ്ചെലവുകൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ്. സംസാരഭാവത്തിൽ ചില ദേഷ്യങ്ങളൊക്കെ സൂചകമാണ്. കുടുംബപരമായിട്ട് പൊതുവെ ഐശ്വര്യവും സന്തോഷവുമുള്ള കാലം. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ല സമയമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഒരു അല്പം കുറഞ്ഞു നിൽക്കുന്നതിനാലും 4-ാം ഭാവത്തിൽ കേതു എന്ന് പറയുന്ന സാങ്കല്പികം നിൽക്കുന്നതിനാൽ കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അനൈക്യതകളും ഒക്കെ വന്നു ചേരുന്നതിനോ തൊഴിൽ സ്ഥലത്തും അതുപോലെ തന്നെ ബാധകമാണ്. സഹപ്രവർത്തകരുമായിട്ടും മേലധികാരികളുമായിട്ടുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇടപെടുവാനായിട്ട്. പിടക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും വെച്ചുകൊണ്ടുപോയാൽ തൊഴിൽ രംഗത്ത് അസ്വസ്ഥത ഉണ്ടാകുവാനും തൊഴിൽ നഷ്ടപ്പെടുവാനും വേണ്ടെന്ന് വെക്കുവാനും ഒക്കെയുള്ള സൂചനയുണ്ട്. അത് അനുവദിക്കുവാൻ പാടില്ല. ഭാഗ്യസ്ഥാനത്ത് ശനി ആയതിനാൽ പൊതുവെ അലസത വന്നുപെടുക സൂചനയുണ്ട്. അലസത വന്നുപെടാതെ വളരെ ശ്രദ്ധയോടുകൂടി ഏർപ്പെടുന്ന രംഗത്ത് ഉന്മേഷത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിൽ നിന്നും സഹായങ്ങളൊക്കെ ലഭിക്കും. അധിക കടങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. ദാമ്പത്യ ജീവിതത്തിലും അനൈക്യതകൾ സൂചകമാണ്, ശ്രദ്ധിക്കുക. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ദൈവാധീനവും ഭാഗ്യവുമുള്ള സന്ദർഭം. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദരസ്ഥാനീയർ മുഖാന്തരമോ അധിക പണച്ചെലവുകളോ മാനസിക ക്ലേശങ്ങളോ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. കൂടാതെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. ഗൃഹസംബന്ധമായിട്ട് ഗൃഹം വാങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് വാക്കാകുന്നതിനും, വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കുന്നവർക്ക് അതിന് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. വാഹനക്കാരകനായ ശുക്രൻ വാഹനഭാവത്തിൽ
ബലവാനായിട്ട് നിൽക്കുമ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഗൃഹവുമായി സംബന്ധിച്ച ജോലികൾ ചെയ്യുന്നവർ, അതായത് കെട്ടിട നിർമ്മാണക്കാർ, അതുമായി ബന്ധപ്പെട്ട ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പുരോഗതികളും സാമ്പത്തിക അഭിവൃദ്ധികളും വന്നിച്ചു. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നിച്ചു. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. കണ്ടകശനിയൊക്കെ ഉണ്ട്. അതിൻ്റെ കാഠിന്യം കുറഞ്ഞു വരുന്നു. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയനും സഹായത്തിന് ഉണ്ടാകും. എന്നിരുന്നാലും വാക്കിലെ പിഴവുകൾ മൂലം, നമ്മുടെ തന്നെ സംസാരത്തിലെ പിഴവുകൾ മൂലം അത് ശത്രുക്കളൊക്കെ വർദ്ധിക്കാതെ വളരെ ശ്രദ്ധിക്കണം. നല്ല രീതിയിൽ സംസാരവും പെരുമാറ്റവും ഒക്കെ കൊണ്ട് തൊഴിൽ രംഗത്തും കുടുംബത്തും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ ഐശ്വര്യപൂർണ്ണമായി വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. ഭൂമി സംബന്ധമായ ചില ഭാഗ്യാവസ്ഥകളും വന്നു ചേരും. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുവാൻ, വാക്ക് കൊടുക്കുവാൻ, എഗ്രിമെൻ്റ് എഴുതുവാൻ, അങ്ങനെയൊക്കെ നല്ല കാലം. അത് പണം വന്നു ചേരുന്നതിനും യോഗം. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് നല്ല രീതിയിൽ ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കേണ്ട സമയം. വഴിമധ്യേ ആണെങ്കിലും കണ്ടുമുട്ടി പരിചയപ്പെടുന്ന ഒരു സുഹൃത്തുക്കളിൽ നിന്ന് ഒരു അപ്രതീക്ഷിതമായ ഒരു സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള യോഗമുണ്ട്. ശാരീരികമായ ചില അസ്വസ്ഥതകളോ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. മാനസികമായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. മനക്ലേശം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ജപവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കുടുംബപരമായിട്ട് നല്ല സമയം. ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിന് ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായും അഭിവൃദ്ധികൾ വന്നു ചേരും. അപ്പോയിൻമെൻ്റ് ഓർഡറിന് വേണ്ടി കാത്തിരിക്കുന്നവരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരും ഒക്കെ അത് സാധിക്കുന്ന ഒരു അല്ലെങ്കിൽ ജോലിക്ക് തിരഞ്ഞെടുക്കുവാൻ നല്ല ഒരു മുഹൂർത്തം അല്ലെങ്കിൽ നല്ല ഒരു അവസരം വന്നു ചേരും ഈ ആഴ്ച. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് രാശിയിൽ രാശ്യാധിപനായിരിക്കുന്ന ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നു. ആയതിനാൽ കുറേയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. കലാകാരന്മാരായിരിക്കുന്നവർക്കും കായിക രംഗത്ത് ഏർപ്പെട്ട് നിൽക്കുന്നവർക്കുമൊക്കെ വിജയിക്കുവാനും സമ്മാനങ്ങൾ നേടുവാനും സാധിക്കും. അതുപോലെ വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഗൃഹവുമായി ബന്ധപ്പെട്ട് കെട്ടിട നിർമ്മാണ രംഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ ബ്രോക്കറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ, അവർക്കൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്തെ സമാധാനവും സന്തോഷവുമുള്ള കാലം. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. തൊഴിൽപരമായ പുരോഗതിയും വന്നു ചേരും. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ചില കുറിച്ചിട്ടികൾ അടിക്കുകയോ ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് ലോൺ ശരിയായി കിട്ടുകയോ സാമ്പത്തികമായി സുഹൃത്തുക്കൾ സഹായിക്കുകയോ അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഈ ആഴ്ചയുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ദീർഘകാലമായിട്ട് ലഭിക്കാതെ കിടക്കുന്ന പണം ലഭിക്കുന്നതിനും യോഗമുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുക. വിദേശത്ത് പോകുന്നതിനും വിദേശത്തായിരിക്കുന്നവർക്കും വളരെ നല്ല കാലം. പ്രണയിക്കുന്നവർക്ക് ചില പ്രണയഭംഗങ്ങളൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ പാസ്സാകുവാനും യോഗം. ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം ഒരു അല്പം കുറഞ്ഞിരിക്കും. ആയതിനാൽ ഏത് രംഗത്ത് ഏർപ്പെടുന്നുവോ അത് വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകാം. അത് ഇന്ന തൊഴിലെന്നില്ല. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളോ സ്ഥാനഭ്രംശങ്ങളോ അധികാരം നഷ്ടപ്പെടുന്നതിനോ ഒക്കെയുള്ള സൂചനയുണ്ട്. കുടുംബത്തും അത് ബാധകമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. കൂടെ
ഒരു വീട്ടിൽ താമസിക്കുന്നവർ ആരായിക്കൊള്ളട്ടെ, മാതാപിതാക്കളായാലും മക്കളായാലും ജീവിത പങ്കാളിയായാലും സഹോദരങ്ങളായാലും അവരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ലതാണ്. ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നത് ജാഗ്രത ആവശ്യമാണ്. കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. പൊതുവെ സംസാരം വളരെ ശ്രദ്ധിക്കണം. നമ്മളെക്കായാലും താന്ന അല്ലെങ്കിൽ മോശം സംസ്കാരം ഉള്ള കൊള്ളുകയറാത്ത ആൾക്കാരെ കണ്ടറിഞ്ഞ് വേണം സുഹൃത്തുക്കളായിട്ട് തിരഞ്ഞെടുക്കുവാനും ഇടപാടുകൾ നടത്തുവാനും സാമ്പത്തിക ഇടപാടുകളും ഉടമ്പടികളും വെക്കുവാൻ. അതിന് ജാഗ്രത ആവശ്യമാണ്. സഹോദര സ്ഥാനീയർക്കോ സുഹൃത്തുക്കളോ ചില ക്ലേശങ്ങൾ ഉണ്ടാകാം. സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ വന്നിച്ചേരും. പ്രായമായ മാതാപിതാക്കൾക്കും ഒക്കെ ആണെങ്കിലും സന്താനങ്ങളോടൊത്ത് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. ജോലി സംബന്ധമായ അഭിവൃദ്ധികൾ വന്നു ചേരും. തൊഴിൽ പുരോഗതി, അത് ഏത് തൊഴിലുമാകട്ടെ, കലാകാരപരമായിട്ടോ കായിക രംഗവുമായി ബന്ധപ്പെട്ടോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരോ ഓഫീസ് ജീവനക്കാരോ ഒക്കെ വിജയിക്കും. നല്ല ഒരു ജോലി വന്നു ചേരുവാൻ അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്ക്, ഇൻ്റർവ്യൂ പങ്കെടുക്കുന്നവർക്കൊക്കെ ഭാഗ്യമുള്ള ഒരു ആഴ്ച. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ഇപ്പോൾ ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. എന്നിരുന്നാലും 7ര ശനിയൊക്കെ അനുഭവിക്കുന്ന കാലമാണ്. സംസാരവും പ്രവൃത്തിയും കൊടുക്കൽ വാങ്ങലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും വളരെ ശ്രദ്ധിക്കണം. ടെൻഷനും ഒക്കെ ഉണ്ട്. ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവരോ മറ്റ് സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിരിക്കുന്നവർക്കും ഒക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമാണ്. മനസ്സിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നാളെ ഒരു നല്ല കാലം വരും, അഭിവൃദ്ധികൾ വരും, തൊഴിൽ ലഭിക്കും, നഷ്ടപ്പെട്ടു പോയ ധനവോ ഭൂമിയോ ഒക്കെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കും. അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ ഭാഗ്യമുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിലും ജാഗ്രത ആവശ്യമാണ്. കുടുംബപരമായിട്ടും പ്രത്യേകിച്ച് പ്രായമായ മാതാപിതാക്കൾക്കൊക്കെ വളരെ നല്ല ഒരു ആഴ്ചയാണ്. അത് ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ഈ ആഴ്ച സന്തോഷകരമായ ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ശ്രമിക്കുക, മുന്നിട്ടിറങ്ങി. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ശ്രദ്ധയും ജാഗ്രതയും ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥ നിൽക്കുകയും ലഗ്നത്തിൽ രാഹു, അതായത് രാശിയിൽ തന്നെ രാഹു നിൽക്കുകയും സപ്തമഭാവത്തിൽ കേതുവും ആദിത്യനും ഒക്കെ നിൽക്കുന്നു. അപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്ക് കുടുംബത്തെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയോ ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, കേസ് കൊടുക്കുക, നിയമപരമായിട്ട് കോടതി കയറുക, പോലീസ് സ്റ്റേഷൻ കയറുക, അങ്ങനെയൊക്കെയുള്ള സൂചനയുണ്ട്. ആയതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ പറഞ്ഞ് പോലും സംശയം വെച്ചുകൊണ്ട് ഇടപെട്ട് വഷളാകാതെ, ബന്ധങ്ങളും സ്നേഹങ്ങളും വഷളാകാതെ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. ഭൂമി സംബന്ധമായ ലാഭം, ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ വാഹനം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. വാഹനം സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യുന്നവർ ജാഗ്രതയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ. യുവാക്കളൊക്കെ ഇരുചക്ര വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുക, വിജയിക്കും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതോടൊപ്പം നാഗരാജ പ്രീതികരമായിട്ടും ശനി പ്രീതികരമായിട്ടുമുള്ള കാര്യങ്ങൾ കൂടി അവരവരാൽ കഴിയാവുന്ന രീതിയിലൊക്കെ ചെയ്യുക തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി.